കരുകക്കുന്ന് കൊട്ടാരവളപ്പിൽ നമുക്ക് പല വിധത്തിലുള്ള വ്യായാമ മുറകൾ കാണാവുന്നതാണ്. ഇന്ന് കണ്ടിട്ടുള്ള ഒരു വ്യായാമ മുറയാണ് സ്ലോ വാക്കിംഗ്. ഇത് പല വിധത്തിലുള്ള വ്യായാമ മുറകളും യോഗാസനങ്ങളും എയ്റോബിക് ഡാൻസ്, സൂംബ മുതലായിട്ടുള്ള നാനാതരത്തിലുള്ള വ്യായാമ മുറകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് വളരെ രസകരമായിരിക്കുന്നു, അത്യത്ഭുതകരമായിരിക്കുന്നു. കണ്ടില്ലേ, ഒരു വിദേശ വനിതയും ഒരു യുവാവും വളരെ സാവധാനം നടന്നു നീങ്ങുകയാണ്. അപ്പോൾ അവർക്കൊപ്പം തന്നെ വേഗത്തിൽ നടക്കുന്നവരുമുണ്ട്. അപ്പോൾ സാവധാനം നടക്കാവുന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അത് വളരെ വളരെ ഗംഭീരമായിരിക്കുന്നു. അപ്പം വേഗത, അതിവേഗം, അതിദ്രുതം, ഹൈ സ്പീഡ്, അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ, സൂപ്പർ സ്പീഡ്, സൂപ്പർ എക്സ്പ്രസ് എന്നുള്ള കൺസെപ്റ്റിനെ ഡീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് തകിടം മുറിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് ഇവിടെ നടക്കുന്നത്. വളരെ സ്ലോ വാക്കിംഗ് ഉണ്ടോ, ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് മന്ദം എന്നൊക്കെ പറയുന്ന പോലത്തെ. ഇത് മന്ദം എന്ന് പറയുന്നത് അതിൻ്റെ പാരമ്പര്യയിലുള്ള മന്ദമാണ്. കണ്ടില്ലേ, അവർ വളരെ നേരം തന്നെ എടുത്തിട്ടുള്ള വളരെ നേരം എടുത്ത് ഇങ്ങനെ പരസ്പരം ഒരു നൂലുകൊണ്ട് പരസ്പരം ബന്ധിച്ചിട്ടുണ്ട്. രണ്ട് കൈയിലും, ഒരാളുടെ ഇടത് കൈയിലും മറ്റേ ആളുടെ ഒരാളുടെ വലത് കൈയിലും മറ്റേ ആളുടെ ഇവിടെ നോക്കുമ്പോൾ ഇടത് കൈയിലും വലത് കൈയിലും നൂലുകൊണ്ട് ബന്ധിച്ചിട്ടുള്ള അതല്ലേ, നൂലുകൊണ്ട് ഇവരിങ്ങനെ ബന്ധിച്ചിരിക്കുകയാണ്. നൂലുകൊണ്ട് രണ്ട് കൈയിലും, പുരുഷൻ്റെ ഇടത് കൈയും സ്ത്രീയുടെ വലത് കൈയും ബന്ധിച്ചിട്ട് ഇങ്ങനെ സാവധാനം മന്ദഭാരിതൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കടുത്ത കൈയാണ്. ഇവരെത്ര നേരം എടുക്കുമെന്നുള്ളതൊന്നും അറിയത്തില്ല. അങ്ങനെ അവരെ പോവുകയാണ്. നമുക്ക് നമ്മൾ ഈ കനകക്കുന്ന് പോലത്തെ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ സാധനയൊക്കെ ചെയ്ത് നമുക്കിഷ്ടമുള്ള എക്സസൈസുകൾ, വ്യായാമ മുറകൾ നടത്താം. ഓട്ടമെങ്കിൽ ഓട്ടം, ഓരോരുത്തരുടെ പ്രതിജന ഭിന്നമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം കാണുമ്പോൾ ഇങ്ങനെയുള്ള ചില അപൂർവങ്ങളായിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇതിപ്പോൾ വളരെ ഞാനിത്രയൊരു കാഴ്ച ജീവിതത്തിൽ കണ്ടിട്ട് രണ്ടുപേരിങ്ങനെ പതുക്കെ നടക്കുന്നവരെ കണ്ടുള്ളൂ. പക്ഷേ ഇത് വളരെ ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ കോച്ചിനോട് ചോദിച്ചു, പിന്നെ ഇതിപ്പോൾ എന്തെങ്കിലും മത്സരത്തിൽ അല്ലല്ല, ഇതൊരു എക്സസൈസാണ്, ഇതൊരു വ്യായാമമാണ്. അപ്പോൾ ഇതൊരു സൂക്ഷ്മ വ്യായാമത്തിൻ്റെ തലത്തിലുള്ള അതിൻ്റേതായിട്ടുള്ള ഫലം ഉണ്ടാകും. തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഫലം ഇല്ലാത്ത ഒരു കാര്യം പിന്നെ ഇങ്ങനെ ഇത്രയും മെനക്കെട്ട് ഒരു രാവിലെ ഒന്ന് ചെയ്യണമെന്നില്ല. അപ്പോൾ അവരുടെ കാലുകൾ മന്ദം അങ്ങനെ മന്ദം കാലുകൾ വയ്ക്കുമ്പോൾ കാണുന്നത് അറിയാം. ഉണ്ടല്ലേ, ഇത് ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇതിനകത്ത്. ഓരോ പ്രാധാന്യം, ഓരോ സൂചകങ്ങളുണ്ട്. സൂചകങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന സൂചിച്ചാൽ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ കാര്യങ്ങൾ അതിസൂക്ഷ്മമായി ചെയ്യണമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പെരിഫറിയിലുള്ള. ഇതിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് അത് വേറെ കാര്യങ്ങളായിരിക്കും. അതിൻ്റെ പ്രൊഫഷണൽസ് പറയേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ പ്രൊഫഷണൽസ് പറയണം. അല്ലേ, എല്ലാവരും അതിവേഗത്തിൽ പടപടാതെ പോകുമ്പോൾ ഇവർ രണ്ടുപേരും മാത്രം മന്ദം. നമ്മുടെ പണിക്കസാറിൻ്റെ കവിത പോലെ ഹേ മന്ദയാമിനി വരൂ എന്നൊക്കെ പറയുന്നുള്ള പകലുകൾ രാത്രികളെ സുപ്രസിദ്ധമായിട്ടുള്ള കവിതകൾ പണിക്കസാറിൻ്റെ കവിതയുണ്ടല്ലോ, ഈ പണിക്കരുടെ കവിത. ഹേമന്തയാമിനി അത് വേറെ ആയിരിക്കും. ഹേമന്തയാമിനി
വരൂ. നീ തന്നെ ജീവിതം സന്ധ്യേ, നീ ജന്മ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ പകലുന്നു, നീ എൻ്റെ സന്ധ്യേ. നിൻമുന്നിൽ നിറയുന്നു നിബിഡാന്തകാരം, നിൻമുന്നിലെരിയുന്നു ഘനശൈത്യതാരം, നീ തന്നെ ജീവിതം സന്ധ്യ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്താണെന്ന് തോന്നുന്നത് മന്ദഗാമിനി എന്ന് പറയുന്നത് പണിക്കർ സാറിൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു വരികൾ ഇവിടെ ഉണ്ട്. അതിപ്പോൾ രാവിലെയൊക്കെ റെഫറൻസിലുള്ള പബ്ലിക് ലൈബ്രറി തുറക്കാത്തതുകൊണ്ട് റെഫറൻസുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് അതിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു മന്ദമായിട്ടുള്ള സ്ലോ, വളരെ സ്ലോ ആയിട്ടുള്ള കാര്യമാണ്. വളരെ സ്ലോ. സാറാണോ നിൻ്റെ കോച്ച്? അപ്പം നീന്തത്തിൽ എല്ലാവരും സൈലൻസിലാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കോച്ചിന് ഇത് റിവീൽ ചെയ്യാനായിട്ടുള്ള അവരതിനെന്തെങ്കിലും ഗവേഷണങ്ങൾ നടത്തുകയായിരിക്കും. പിന്നെ ഒരു ദിവസം അവരെ കൊണ്ട് റിവീൽ ചെയ്യിക്കുക അതിൻ്റെ. മലയാളം ഭാഷ അറിഞ്ഞുകൂടെങ്കിൽ നമ്മുടെ തമ്മിൽ നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരാൾക്കൊരു അഭിപ്രായം നമുക്ക്